ഹലോ. അപ്പോൾ ഇന്നൊരു മിസ്അണ്ടർസ്റ്റാൻഡിങ് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു സ്റ്റോറിയാണ് കേട്ടോ. ഇത് ഞാൻ സ്കൂൾ പഠിക്കുമ്പോഴാണ് നടക്കുന്നത്. പക്ഷെ ഞാൻ ഏത് ടൈപ്പ് ഓഫ് അതായത് ഞാൻ ഹയർ സെക്കൻഡറി ആണോ ഹൈസ്കൂൾ ആണോ എന്നൊന്നും ഞാൻ മെൻഷൻ ചെയ്യുന്നില്ല. സ്കൂൾ പഠിക്കുന്ന സമയത്ത് നമുക്കൊരു വലിയ ഗ്യാങ് കാര്യങ്ങളൊക്കെ ഉണ്ട്, ഒരു 5-6 ആൾക്കാരൊക്കെ ഉള്ള ഗ്യാങ് കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പം എൻ്റെ ഒരു കേസ് എന്താന്ന് പറഞ്ഞാൽ, എനിക്ക് വേഗം വീട്ടിൽ പോകണം. വൈകുന്നേരം സ്കൂളൊക്കെ വിട്ട് കഴിഞ്ഞാൽ എനിക്ക് വേഗം വീട്ടിൽ പോകണം. കാരണം എന്താണെന്ന് വെച്ചാൽ വേഗം വീട്ടിൽ പോകണം എന്നുള്ളത് ഞാൻ ബസ്സിനാണ് പോകുന്നത്. അപ്പോൾ എനിക്ക് ഇന്ന സമയത്തുള്ള ബസ്സിന് പോയാൽ എനിക്ക് അധികം തിരക്കില്ലാണ്ട് അധികം കണ്ടക്ടറുടെ ചീത്തയൊന്നും കേൾക്കാതെ എന്ത് ചെയ്യാം, വീട്ടിലെത്താൻ വേണ്ടി പറ്റും. അപ്പം ഞാനും എൻ്റെ കൂടെ വേറൊരു കുട്ടിയും കൂടി ഉണ്ടാവും. ഞങ്ങൾ ഒന്നിച്ചാണ് എന്ത് ചെയ്യുന്നത്, ഞങ്ങൾ ബസ്സിലേക്ക് പോകുന്നത്. ഞങ്ങൾ ഭയങ്കര സ്പീഡിലൊക്കെ നടന്നിട്ടാണ് ആ ബസ് പിടിക്കാറ്, ഒന്നാമത്തെ കാര്യം. അപ്പോൾ അന്നൊരു ദിവസം ഒരു വൈകുന്നേരം എന്ത് ചെയ്യുമെന്ന് പറഞ്ഞാൽ, ഞാൻ എൻ്റെ ഫ്രണ്ട്സിനോട് ടാറ്റ ബൈ ഒക്കെ പറഞ്ഞിട്ട് ഞാൻ വേഗം പോവാണ്, എനിക്ക് ബസ് ഉണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ വേഗം ഇറങ്ങി. അപ്പോൾ ഇറങ്ങുന്ന സമയത്തും എൻ്റെ കൂടെയുള്ള കുട്ടി എന്ന് പറഞ്ഞില്ലേ, ആ കുട്ടി വേറെ ക്ലാസ്സിലാട്ടോ. അപ്പോൾ ആ കുട്ടി പറഞ്ഞു, എടാ ഇങ്ങനെ ഒരു എക്സ്ട്രാ ക്ലാസ് ഉണ്ട്, നമുക്കത് ഇരിക്കാം, എന്നിട്ട് നമുക്ക് ഒന്നിച്ച് നമുക്ക് ഇന്ന ബസ്സിന് പോകാന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു ഓക്കെ, എന്നാൽ പിന്നെ ഇവളെ കൂടെ അല്ലേ ഒന്നിച്ച് പോകുന്നത്, അപ്പോൾ ഇവളെ കൂടെ ഞാൻ ഇരിക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഞാൻ എന്ത് ചെയ്തു എന്ന് പറഞ്ഞാൽ ആ എക്സ്ട്രാ ക്ലാസ്സിലിരുന്നു. അപ്പം ആ ക്ലാസ്സിൽ ഇങ്ങനെ ക്ലാസ് തുടങ്ങിയിട്ടില്ല, അവിടെ ഇരിക്കുന്ന സമയത്താണ് എൻ്റെ ഫ്രണ്ട്സിൽ 2 പേര് വന്നിട്ട് ഇവിടെ ഇരിക്കുന്നത്. അപ്പോൾ ഞാൻ അവർ കണ്ടത് ഭയങ്കര എക്സൈറ്റഡ് ആയി. ഞാൻ പറഞ്ഞു അത് ഇവിടെ ഇരിക്കുന്നൊക്കെ പറഞ്ഞു. അപ്പോൾ അവർ അവിടെ ഇരുന്നു. ഓക്കെ, പ്രശ്നമില്ല. ക്ലാസ് ഒക്കെ കഴിഞ്ഞ് ഞാൻ എന്നിട്ട് എൻ്റെ ഫ്രണ്ട്സും ഞാനും ഒരുമിച്ച് പുറത്തേക്ക് ഇറങ്ങി. ഞാൻ എന്തൊക്കെയോ അവരോട് പറയുന്നുണ്ടായിരുന്നേ. അപ്പം ആദ്യം അതിൽ ഒരാൾ വാസ് ലൈക്ക് കൈൻഡ് ഓഫ് നോർമൽ ആദ്യം. പിന്നെ എന്താ വെച്ചാൽ കുട്ടീനോട് മിണ്ടുന്നില്ല. അപ്പം ഞാൻ വിചാരിച്ചു ഇതെന്താ ഇത് പെട്ടെന്ന് ഇങ്ങനെ എന്താ സംഭവിച്ചേ. അപ്പം പിന്നെ എനിക്ക് തോന്നി, അപ്പം മേ ബി ഞാൻ ഈ ക്ലാസ്സിൽ ഇരുന്നുകൊണ്ടായിരിക്കും. ഞാൻ പറഞ്ഞാൽ ഇങ്ങനെ എൻ്റെ കൂടെയുള്ള ആള് ഇങ്ങനെ പറഞ്ഞുകൊണ്ടാണ് ഞാനിരുന്നത് ഞാൻ പറഞ്ഞു. അപ്പൊ ഞാനത് വെച്ചാൽ എന്നെ മിസ്അണ്ടർസ്റ്റാൻഡ് ചെയ്തു എന്ന് എനിക്ക് മനസ്സിലായി. അപ്പൊ ഞാനത് എക്സ്പ്ലെയിൻ ചെയ്യാണ്, ഇങ്ങനെയല്ല അത് അങ്ങനെയാണ് എന്നുള്ളത് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാണ്. പക്ഷെ ആ ഒരു എക്സ്പ്ലനേഷൻ കൊണ്ട് യാതൊരു ബെനിഫിറ്റും ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ് വേറൊരു കാര്യം. അപ്പം ഞാൻ വിചാരിക്കുകയാണ്, ഇപ്പം ആലോചിക്കുന്ന സമയത്തെ ആ ഒരു എന്നെ മിസ്അണ്ടർസ്റ്റാൻഡ് ചെയ്തു. ഓക്കെ, നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യാണ്, അങ്ങനെയല്ല ഇങ്ങനെയാണ്. കാരണം നമ്മൾ വിശ്വസിക്കണമല്ലോ അവർ. അത് ഇപ്പോഴെങ്ങനെ ആയിരിക്കണം, മിസ്അണ്ടർസ്റ്റാൻഡിങ് ചെയ്തോ, ഓക്കെ ശരി, നിങ്ങൾ എങ്ങനെയാണോ ചിന്തിക്കുന്നത് അങ്ങനെ നിങ്ങൾ ചിന്തിച്ചോളൂ എന്ന് ഞാനിപ്പോൾ വിചാരിക്കും. അതാണ് കൈൻഡ് ഓഫ് അഡൾട്ടിങ് എന്ന് നമ്മൾ പറയാം അല്ലേ. ഓക്കെ, അപ്പോൾ അതാണ് എൻ്റെ കുഞ്ഞു മിസ്അണ്ടർസ്റ്റാൻഡിങ് കഥ എന്ന് പറയുന്നത്. അപ്പോൾ ഇതുപോലെ നമ്മൾ ഫ്രണ്ട്സ് തന്നെ നമ്മൾ മിസ്അണ്ടർസ്റ്റാൻഡ് ചെയ്തിട്ട് അങ്ങനെയുള്ള ഫ്രണ്ട്ഷിപ്പ് തന്നെ നിന്ന് പോയവരുണ്ടാവും അല്ലേ.